ആകാശ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആകാശ്, കോഴിക്കോട്ടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് ഏത് കത്തീഡ്രലിലാണ് ആകാശ് ഇപ്പോൾ ഉള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിന് സമീപമുള്ള ദേവമാതാ കത്തീഡ്രലിലാണുള്ളത്. ഇവിടെ നിരവധി വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കൃത്യം 10:45 കരോൾ ഗാനങ്ങളെല്ലാം ആരംഭിച്ചു. അതിന് പിന്നാലെ 11:45 പ്രത്യേക പ്രാർത്ഥനയായുള്ള പാതിര കുർബാന ഉൾപ്പെടെ നടക്കുക. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ പള്ളിയിൽ അച്ഛൻ തന്നെ ചേരുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടെ വരെ? ഇന്ന് നമ്മുടെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ KCBCയുടെ കേരള സഭയുടെ KCBCയുടെ പ്രസിഡൻ്റായിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്, ആർച്ച് ബിഷപ്പായിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അതിനാൽ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലും ഒരു പുതിയ ത്രില്ലിലുമാണ്. എല്ലാവരും കുറേ ദിവസങ്ങളായി ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് മലബാറിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ക്രിബാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കി മാറ്റിയ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ആർച്ച് ബിഷപ്പ് കൂടെയായ വർഗീസ് ചക്കാലക്കൽ കൂടെ ഇവിടെ എത്തും. നിരവധി കുട്ടികളും കൂടെ ഉണ്ട്. ക്രിസ്മസ് ഒക്കെ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പള്ളിയുടെ പുറത്തും അകത്തുമായി നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ കുർബാന കൂടാനും പാതിര കുർബാന കൂടാനും വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ജാതിമത ഭേദമന്യേ നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണ്. ഇവിടുത്തെ കൗൺസിലർ ഫാത്തിമ തൽഹിയ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ആശംസ ഉൾപ്പെടെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് കൗൺസിലർ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. നമുക്കവിടെ കുട്ടികളും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇവിടെ ഇപ്പോൾ കരോൾ ഗാനങ്ങളാണ് ഇപ്പോൾ ആലപിക്കുന്നത്. ആളുകളെല്ലാം തന്നെ ആസ്വദിക്കുകയാണ് ഈ കരോൾ ഗാനങ്ങൾ. നിരവധി കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വിശ്വാസികളായ നിരവധി ആളുകൾ ഇപ്പോൾ ദേവമാതാ പള്ളിയിലെത്തി ഈ പാതിര കുർബാനയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷമുള്ള കരോൾ ആസ്വദിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഇവിടെ എത്തും. അതിനുശേഷം ഇവിടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. കൂടാതെ തന്നെ നിരവധി പള്ളിയിലെ കാര്യങ്ങളാണ് ആകാശ് നൽകിയത്. ചന്തു ചന്ദ്രശേഖർ കൂടി ചേരുന്നുണ്ട്. ചന്തു, ഈ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഒരു ആശയം കൂടി നൽകുന്നുണ്ട് യേശുവിൻ്റെ തിരുപ്പിറവി. അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെമ്പാടും പ്രത്യേകിച്ച് ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ചന്തു, എവിടെയാണുള്ളത്? അഖില, ഞാനിപ്പോൾ ഉള്ളത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വളരെ വലിയ ഒരു വിശ്വാസികളുടെ കൂട്ടം ഇതിനകം തന്നെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുമാത്രമല്ല, മറ്റ് പല പള്ളികളിലും പല സഭകളുടെ CSE സഭയുടെ പള്ളികളിൽ തിരുപ്പിറവി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പട്ടം സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ക്ലിമിസ് കത്തോലിക്ക ബാവയാണ് ഈ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ശാന്തിയുടെയും ഒക്കെ ഒരു സന്ദേശം ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുപ്പിറവിയുടെ ഒരു ആഘോഷം, അത് പ്രത്യാശയുടെ തന്നെയാണ്. ആ ഒരു ഓർമ്മ പുതുക്കലാണ് ഓരോ ക്രിസ്മസും നൽകുന്ന സന്ദേശം. പക്ഷേ ഇത്തവണ അത് പ്രധാനമായും ഈ ക്രിസ്തീയ സഭകൾ ഒരു ആശങ്കയുടെ കാര്യം അതിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ കരോൾ സംഘത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, അതിലെല്ലാം സഭാധ്യക്ഷന്മാർ നേരത്തെ പലതരത്തിൽ അവരുടെ ആശങ്കകൾ പ്രകടമാക്കിയിരുന്നു. പ്രധാനമായും ക്ലിമിസ് ബാവ അടക്കം ഇന്ന് നടത്തിയ വിമർശനം, രാവിലെ നടത്തിയ വിമർശനം, ഈ രാജ്യത്ത് പ്രധാനമന്ത്രി ഒരു വശത്ത് ക്രൈസ്തവ സഭകളുടെ ഇത്തരം ക്രിസ്മസ് സന്ദേശങ്ങളിലും ക്രിസ്മസ് വിരുന്നുകളിലുമൊക്കെ പങ്കെടുക്കുന്നു, ക്രൈസ്തവ സഭകൾക്കൊപ്പമാണെന്ന് പറയുന്നു. മറുവശത്ത് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇത്തരം ക്രൈസ്തവ സഭകൾക്കും അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കുമൊക്കെ എതിരെ നടക്കുന്നു. അതിൽ പ്രധാനമായും സഭകളൊക്കെ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, നാളെ ക്രിസ്മസ് ദിനം പൊതു അവധിയായി ആചരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുമായി ബന്ധപ്പെട്ട് അത്
ഒരു പ്രവൃത്തി ദിനമായി മാറ്റുന്നതിനെ രാജ്യം ഭരിക്കുന്ന BJPയുടെ തന്നെ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ സർക്കുലറുകൾ ഉത്തരവുകളൊക്കെ പുറത്തു വരുന്നു. അതിൽ സഭ വിവിധ തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു. നേരത്തെ ക്ലിമിസ് ബാവ ഈ ക്രിസ്തുമസ് സന്ദേശത്തിൽ പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകളുമായി നടത്തിയ ക്രിസ്തുമസ് സന്ദേശത്തിൽ അദ്ദേഹം പ്രകടമാക്കിയ കാര്യം, അദ്ദേഹം പറഞ്ഞ ആശങ്കയും അത് തന്നെയായിരുന്നു. ക്രിസ്തുമസിൻ്റെ ഈ ഒരു ദിവസം അത് പലതരത്തിലും ഇത്തരത്തിൽ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന കാര്യം അദ്ദേഹം ഒരു പരോക്ഷ വിമർശനമായി തന്നെ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് അത് ഭയത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു വിമോചനമാണ്. ഉണ്ണിയേശുവിൻ്റെ ആ ഒരു ജനനത്തോടു കൂടി ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഒരു ജനതയ്ക്കാകെ പ്രത്യാശ നൽകുന്ന ഒരു ദിവസമാണ്. ആ പ്രത്യാശയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസമായി തന്നെയാണ് ക്രൈസ്തവർ ലോകമെമ്പാടും ക്രിസ്മസ് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തലസ്ഥാന നഗരത്തും ഇത്തരത്തിൽ വിപുലമായി തന്നെ ക്രൈസ്തവ സഭകൾ പള്ളികളിലൊക്കെ ഇത്തരത്തിൽ ക്രിസ്തീയ ദേവാലയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നഗരത്തിൽ എല്ലാ വിഭാഗത്തിൽ എല്ലാ സഭകളുടെയും പള്ളികളിൽ പ്രത്യേക പൂജകളും ആരാധനകളും തിരുപ്പിറവി ശുശ്രൂഷകളും പ്രത്യേക കുർബാനകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ അല്പസമയത്തിനകം തന്നെ തിരുപ്പിറവി ശുശ്രൂഷകൾ ആരംഭിക്കും. ലത്തീൻ സഭാ അധ്യക്ഷൻ തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലാണ് ഇവിടെ തിരുപ്പിറവി ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി പ്രത്യേക ഈ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷം നാളെ ക്രിസ്മസ് ദിനമാണ്. ഈ ക്രിസ്മസ് ദിനത്തിലും പ്രത്യേക കുർബാനയും പ്രാർത്ഥനകളും ഒക്കെ രാവിലെ തന്നെ ഈ പള്ളികളിൽ ഉണ്ടാകും. നഗരത്തിലെ പ്രധാന പള്ളികൾ മാത്രമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് സഭകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദേവാലയങ്ങളിലും ക്രൈസ്തവർ ക്രിസ്മസ് ദിനത്തിൻ്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളിലും തിരുപ്പിറവി ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ട്. വളരെ വിപുലമായി തന്നെ ക്രൈസ്തവർ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അഖില, ചന്തു, മറ്റിടങ്ങളിലൊക്കെ പരിശോധിച്ച് നമ്മൾ വരികയായിരുന്നു. അത് കോഴിക്കോട്ടെ കാര്യവും കൊച്ചിയിലെ കാര്യവും ഒക്കെ ഇപ്പോൾ നമ്മളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞു വരികയായിരുന്നു. അവിടെയൊക്കെ അത്ര അധികം തിരക്കുണ്ടായിരുന്നു. അത് അവിടെ കാണാനില്ല. അത് നമ്മുടെ ദൃശ്യങ്ങളിലില്ലാത്തതാണോ അതോ ആളുകളുടെ കുറവുണ്ടോ? അഖില, അങ്ങനെ ആളുകളുടെ കുറവല്ല. സാധാരണ തിരുവനന്തപുരത്ത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടക്കുന്നത്, അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് 11:30 കൂടിയാണ്. 11:30 ആരംഭിച്ച് വളരെ വൈകി അവസാനിക്കുന്ന തിരുപ്പിറവി ശുശ്രൂഷകളാണ് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിനകം തന്നെ എത്തിയ കുറച്ചധികം പേർ ഈ കത്തീഡ്രലിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കയറി നൽകുക പ്രാവർത്തികമല്ല. അതുകൊണ്ട് പുറത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പകർത്തുന്നത്. പക്ഷേ ആൾക്കാരുടെ ഒരു കുറവല്ല ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പുറത്തുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങൾ മാത്രം നൽകാൻ കഴിയുന്നു എന്ന ഒരു പരിമിതിയാണ് ഈ ആൾക്കാരുടെ ഒത്തിരി ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത്. ഒരു വലിയ വിഭാഗം തന്നെ 1000-ലധികം പേർ പങ്കെടുക്കുന്ന ഒരു തിരുപ്പിറവി ശുശ്രൂഷകളാണ് പതിവായി ഈ പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്നത്. നേരത്തെ ഒക്കെ തന്നെ അത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു ദേവാലയം കൂടിയാണ് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ. മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ, അത് കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു വിശ്വാസി സമൂഹം ഇപ്പോൾ ഈ തിരുപ്പിറവി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അകത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനുള്ള പരിമിതികൾ കൊണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കത്തീഡ്രലിൽ നിന്നാണ് ചന്തു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചന്തു തുടരുക, നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കൂടി പോയി വരാം.
ആ